ഒരു ദിവസം അപ്പച്ചൻ പോയിട്ട് വന്നില്ല. ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ എന്തായാലും വരേണ്ടതാണ്. അപ്പച്ചൻ വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഭയങ്കര ആദിയായി. ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ടും ആ സമയത്ത് ഞങ്ങളെ കെയർ ചെയ്ത സമയം. അതായത് അപ്പച്ചൻ ബോട്ടിൽ പോയിട്ട് വന്നില്ല. അവിടെ ചെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഈ ബോട്ട് വന്നിട്ടില്ല. വഞ്ചി എന്തോ അപകടം പറ്റിയെന്നുള്ളതാണ് ആള് പോയെന്നുള്ള രീതിയിലാണ്. അപ്പൊ അമ്മച്ചി ഈ കാര്യം ഞങ്ങൾ ഇവിടെ ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പച്ചൻ പോയേക്കാണ് വരും. എന്നിട്ട് അപ്പച്ചൻ വന്നത് എന്താണെന്നറിയോ? ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് വരണത്. അതെന്താണ്, ആ ശ്രീലങ്ക ആ ഭാഗത്ത് പോയിട്ട് അവര് ഈ വഞ്ചി മറിഞ്ഞിട്ട് അവിടെ ആയിപ്പോയി. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാഹചര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്നുവെച്ചാൽ പൈസ ഇല്ലല്ലോ അവിടെ നിന്ന് ഇവിടം വരെ. ഇന്നത്തെ കാലഘട്ടം അല്ലേ. അപ്പൊ ആ 1.5 മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പച്ചൻ പഴയ വീടായിരുന്നു. പുറത്തുനിന്ന് വന്ന കണ്ടിട്ടല്ല, അമ്മച്ചി ഇവിടെ ആർത്തലച്ച് അതൊരു സീനായിരുന്നു. അവിടെ ചെല്ലുമ്പോ അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ ഇത് കാണാൻ നേരത്ത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പച്ചൻ വരുമെന്നുള്ള പറയും. ഞങ്ങൾക്ക് ആ ഫീലില്ല. അത് കഴിഞ്ഞിട്ടാണ് അപ്പച്ചൻ പോയതായിരുന്നു. ആ സമയത്തെ അപ്പച്ചൻ പോയെന്നുള്ള രീതിയിൽ, അതായത് വഞ്ചി പൊങ്ങി അങ്ങനെ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ വന്ന ആ നിമിഷം ഒരിക്കലും മറക്കൂല.